നമസ്കാരം. ഇന്ന് നടന്ന ലാബ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ആൻസർ കീയും എക്സാം അനാലിസിസുമാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അതിലോട്ട് കടക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം, വാണിജ്യ ബാങ്കുകളുടെ ധർമ്മത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ചോദിച്ചു കഴിഞ്ഞാൽ വായ്പകൾ നൽകുന്നു എന്നുള്ളതുകൊണ്ട് പണം അച്ചടിച്ചിറക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് ഇല്ലാത്തത്. പണം അച്ചടിച്ചിറക്കുന്നു എന്നുള്ള ബി ഓപ്ഷനാണ്. 2022 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിലെ 50ാമത് ചീഫ് സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ ജയതിലകാണ്. അടുത്ത ചോദ്യം, പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടി ഏതാണെന്നുള്ളതാണ് ആൻസർ. ഓപ്പറേഷൻ സിന്ദൂർ എന്നുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. അതിൽ ഒന്നാമത്തതും രണ്ടാമത്തതും ശരിയാണ്, മൂന്നാമത്തത് തെറ്റാണ്. 10 ലക്ഷമാണ് അതിനകത്ത് വരേണ്ടത്. അപ്പോൾ 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാളെന്നുള്ള രീതിയിലാണ്, അപ്പോൾ അത് തെറ്റാണ്. ബാക്കിയുള്ളതെല്ലാം ശരിയാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ വരുന്നത് 1ഉം 2ഉം ശരി എന്നുള്ള ആൻസറാണ് വരുന്നത്. അടുത്തത് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആയിരുന്നു. മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യനിൽ നമ്മുടെ ആൻസറായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥാനപ്പേരിൽ നിർത്തലാക്കൽ വകുപ്പ് 18ആണ്. അറസ്റ്റിനും തടങ്കലിനും എതിരായുള്ള വകുപ്പെന്ന് പറഞ്ഞാൽ 22ആണ്. പിന്നെ മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ളത് 2C-യും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ന്യൂനപക്ഷം വിദ്യാഭ്യാസത്തിൻ്റെ വകുപ്പ് വരുന്നത് വകുപ്പ് 30ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതിൻ്റെ ആൻസർ വരുന്നത് 1 വരുന്നത് 1D ആണ്. 1D വരുന്ന ഓപ്ഷൻസ് 3 ഉണ്ട്. പിന്നെ 2 വരുന്നത് C ആണ്. 2C വരുന്ന 2 ഓപ്ഷനുണ്ട്. 3 വരുന്നത് 3A ആണ്. അപ്പോഴത്തേക്ക് ഓപ്ഷൻ C ആണ് വരുന്നത് കേട്ടോ. അടുത്തത്, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായിട്ടിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ BR ഗവായി എന്നുള്ളതാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവന ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശമായിട്ട് ബന്ധപ്പെട്ട് 1978 സ്വത്തിൻ്റെ അവകാശം സ്വത്തവകാശം ഒരു മൗലികാവകാശം ആയിരുന്നു 1978 വരെ. അത് ശരിയാണ്. 30A പ്രകാരമല്ല, 300A പ്രകാരമാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇന്ദിരാഗാന്ധി അല്ലായിരുന്നു, മൊറാർജി ദേശായി ആയിരുന്നു. അതുകൊണ്ട് അതും തെറ്റാണ്. 1 മാത്രം ശരി എന്നുള്ളതായിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, താഴെ പറഞ്ഞ ഇനങ്ങളിൽ നിന്ന് ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് ഇൻഷുറൻസ് ആണ്. പിന്നെ അടുത്തത്, മാച്ച് ദ ഫോളോയിങ് ആയിരുന്നു. ആ ഭേദഗതിയിൽ അത് സിലബസിൽ പറയുന്ന ഭേദഗതിയിൽ തന്നെയാണ് ചോദിച്ചിരുന്നത്. സിലബസിൽ 6-7 ഭേദഗതിയിൽ മാത്രമാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ 42ാമത്തെ ഭേദഗതി മിനി ഭരണഘടന എന്ന് പറയുന്നത് 1B വരും. അതേപോലെ പിന്നെ വരുന്ന 42ാമത്തെ ഭേദഗതി 1B വരുന്നു. 2 വരുന്നത് 61ാമത്തെ ഭേദഗതി 61ാമത്തെ ഭേദഗതി D ആണ്. 2D വരും. 2D വരുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 2 ഓപ്ഷൻസ് ആണ്. 1Bയും 2Dയും. 3 വരുന്നത് 74ാം ഭേദഗതി. 74ാം ഭേദഗതി വരുന്നത് നമ്മുടെ നഗരപാലിക നിയമമാണ്. അപ്പോൾ 3A വരും. കറക്റ്റ് ആൻസർ വരുന്നത് D ഓപ്ഷനാണ് വരുന്നത്. അടുത്തത്, കേരള സംസ്ഥാനങ്ങളുടെ ഡീലിമിറ്റേഷൻ കമ്മീഷൻ്റെ ചെയർപേഴ്സൺ വരുന്നത് A ഷാജഹാനാണ്. അടുത്ത, സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്ന ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ് കേട്ടോ. അപ്പോൾ അടുത്തത്, ഇന്ത്യൻ പൂർണ്ണ സ്വരാജ് അംഗീകരിച്ചത് എവിടെ വെച്ചാണെന്നുള്ള ചോദ്യമാണ്. പൂർണ്ണ സ്വരാജ് അംഗീകരിച്ചത് ലാഹോർ സമ്മേളനം 1929ആണ്. ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണെന്നുള്ള ചോദ്യത്തിന് ആൻസറായിട്ട് വരുന്നത് വ്യക്തിഗത ആദായ നികുതിയും കോർപ്പറേറ്റ് നികുതിയും. 1ഉം 2ഉം എന്നുള്ള ആൻസറിലോട്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത തൊഴിൽ, പിന്നെ ദരിദ്രരുടെ ഉപജീവനം ശക്തമാക്കുക, സാമൂഹികമായി പിന്നോക്കം നയിക്കുന്നവർക്ക് പദ്ധതി ചേർക്കുക, എല്ലാം ഉണ്ട് കേട്ടോ. 1, 2, 3. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവന സർക്കാർ ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളായി കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം ലക്ഷ്യങ്ങളാണ് കേട്ടോ. അത് കൊടുത്തേക്കുന്ന എല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. അതെല്ലാം ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്. അടുത്ത ക്വസ്റ്റ്യൻ്റെ ആൻസർ വരുന്നത് വിക്രം
മിസ്രി എന്നാണ് ആൻസർ വരുന്നത്. വിദേശ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൗതിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ നൈപുണ്യ വികസന പദ്ധതി ഏതാണെന്നുള്ളത് അതൊരു ഡൗട്ടാണ്. ആൻസറിലോട്ട് എത്തിയിട്ടില്ല. ഇത് 2023 ഗ്രീൻ ഹൈഡ്രജൻ സമ്മിറ്റ് നടന്നത് ന്യൂഡൽഹിയിലാണ്, ആഗ്രയിൽ വെച്ചാണ് നടന്നത് കേട്ടോ, ആഗ്രയിൽ വെച്ചാണ് നടന്നത്. അടുത്തത് ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുയൽ കൃഷിയാണ് ക്യൂണിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ. ഇത് റോബർട്ട് ബ്രൗൺ കോശകേന്ദ്രം കണ്ടെത്തിയതാണ്, സി ആണ് ആൻസർ വരുന്നത്. അടുത്തത് പിനങ്ക സബ്റ്റനറി, ആൻസറിലോട്ട് എത്തിയിട്ടില്ല. അടുത്ത രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലോബുലിൻ ആണ്. ബാക്ടീരിയ രോഗം അല്ലാത്തത് മീസിൽസ് ആണ്. മീസിൽസ് ഒരു വൈറസ് രോഗമാണ്. അടുത്ത ഗവൺമെൻറ് ആശുപത്രികളിലെ രോഗികൾക്ക് ഒരു ഗുണമേന്മയും സൗഹൃദപരമായ സേവനവും ലഭിക്കുന്ന പദ്ധതി ആർദ്രം പദ്ധതിയാണ്. അടുത്ത വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നത് കണരോഗമാണ്. അടുത്ത ഗുരുത്വാകർഷണ ബലത്തിൻ്റെ മാക്സിമം വാല്യൂ വരുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്, 10 വരുന്നത്. ധ്രുവ പ്രദേശങ്ങളിൽ 10 വരുന്നത്. അടുത്ത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവപടലങ്ങൾക്കിടയിൽ വരുന്നത് ശാനബലമായിട്ടാണ് വന്നേക്കുന്ന ആൻസർ. സമവർത്തുള്ള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗതയാണ്. പ്രവേഗം മാറുന്നുണ്ട്, ത്വരണം മാറുന്നുണ്ട്, ആക്കം മാറുന്നുണ്ട്. കാര്യം ഇതിൻ്റെ എല്ലാം ഡയറക്ഷൻ മാറുന്നുണ്ട്. കാര്യം ഇതെല്ലാം വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. സമവർത്തുള്ള ചലനത്തിൽ ഇങ്ങനെ പോകുന്നതോറും ഓരോ സെക്കൻഡിലും ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും, വേഗത പക്ഷേ മാറുന്നില്ല. ഇത് ലോകബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജനാരെന്ന് വെച്ച് കഴിഞ്ഞാൽ അജയ് ബംഗയാണ്. വരുന്നത് വേഗത മാത്രമാണ്, വേഗതയാണ്. പിന്നെ ലോകബാങ്ക് പ്രസിഡൻ്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ അജയ് ബംഗയാണ്. അപ്പോൾ അടുത്തത് 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം നേടിയത് പെരുമ്പടവും ശ്രീധരനാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ തന്നിരിക്കുന്നത് വെച്ചിട്ട് ഏത് പീരിയോഡിക് ടേബിളാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സമാന ഗുണമുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽപ്പെടുത്തിയതും അതേപോലെ 18 ഗ്രൂപ്പുകൾ 7 പീരീഡ് ഉള്ളത് ഹെൻറി മോസ്ലിയുടെ പീരിയോഡിക് ടേബിൾ. അത് മാത്രം മതി നമുക്കത് ആൻസറിലോട്ട് എത്താനായിട്ട്. പിന്നെ ഒരു അക്വേറിയത്തിൽ ചുവട്ടിൽ നിന്ന് ഉയർന്നു വരുന്ന വായുകുമിളകളെ വലിപ്പം മുകളിലോട്ട് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏത് വാതക നിയമത്തിൽ വരുന്നതാണ്? അതായത് മുകളിലോട്ട് എത്തുന്തോറും പ്രഷർ കുറയും. പ്രഷർ കുറയുമ്പോഴത്തേക്ക് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുറയുമ്പോഴത്തേക്ക് വോളിയം കൂടും, അതായത് കുമിള വലുതായി വരും. ഇത് വരുന്നത് പ്രഷർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു വോളിയം എന്നുള്ള ബോയിൽസ് നിയമമാണ്. പിന്നെ ജലത്തിൻ്റെ pH 7ആണ്. ജലവും ആസിഡും കൂടി മിക്സ് ചെയ്യുമ്പോഴത്തേക്ക് pH 7 കുറയുന്നു. അടുത്തത് രസതന്ത്ര നോബൽ പുരസ്കാരത്തിൻ്റെ പകുതിയിലധികം ലഭിച്ചത് ഡേവിഡ് ബേക്കർക്കാണ്. 3 പേരുണ്ട്, പക്ഷേ അതിൻ്റെ പകുതി സമാനത്തുക ലഭിച്ചത് ഡേവിഡ് ബേക്കറിനാണ്. അടുത്ത പ്ലാനറ്റ് ഓൺ ദി മൂവ് റിപ്പോർട്ട് IUCN ആണ് പുറത്തുവിട്ടത്. പിന്നെ അടുത്തത് ഇത് 2 പ്രസ്താവനയും ശരിയാണ് എന്നുള്ള ഇതിലോട്ടാണ് വന്നേക്കുന്നത്, എയും ബിയും ശരിയാണെന്നുള്ളതിലോട്ടാണ് വന്നേക്കുന്നത്. അടുത്തത് IPL വിഘ്നേഷ് പുത്തൂറാണ് മലയാളിയായ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കിയ താരം. അടുത്തത് ഈ വിലാപം വിശ്വരൂപം എന്ന് പറഞ്ഞ രചനകൾ VC ബാലകൃഷ്ണ പണിക്കരുടേതാണ്. പിന്നെ VC ബാലകൃഷ്ണ പണിക്കർ ശ്രദ്ധേയനാക്കിയ മറ്റൊരു കൃതി തന്നെയായിരുന്നു മലയാള വിലാസം. അപ്പോൾ എയും ബിയും ശരിയാണെന്നുള്ളതിലോട്ടാണ് വന്നേക്കുന്നത്. അടുത്തത് ചുവടെ കൊടുത്തതിന് ശരിയായോ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ആദ്യ വിഗതകുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിലീസായത് 1930 കേട്ടോ, അപ്പോൾ അത് തെറ്റാണ്. ആലപ്പി വിൻസെൻ്റ് ആയിരുന്നു, അത് ശരിയാണ്. അപ്പോൾ A ശരി, B ശരിയല്ല എന്നുള്ളൊരു ഉത്തരത്തിലോട്ടാണ് വരുന്നത്. അടുത്തത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചത് സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കൂടിയാണ് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവന ശരിയായത് തിരഞ്ഞെടുക്കുക. മലയാള രാഷ്ട്രീയ പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമമേനോൻ ആയിരുന്നു. ഇതിൻ്റെ ആൻസറിലോട്ട് വന്നിട്ടില്ല. അടുത്തത് നമുക്ക് നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായോ തിരഞ്ഞെടുക്കുക. A ശരിയാണ്, ബിയും ശരിയാണ്. അപ്പോൾ രണ്ടും ശരിയാണെന്നുള്ളതാണ് ഇതിലോട്ടാണ് വന്നേക്കുന്നത്. അടുത്തത് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ്. അടുത്തത് സ്റ്റാറ്റിക് വെബ് പേജുകളാണ് ആൻസർ വരുന്നത്, സ്റ്റാറ്റിക് വെബ് പേജ്. അടുത്തത് എക്സലിൽ കാണിക്കുന്ന ഒരു കോഡിൻ്റെ അത് ചോദ്യത്തിന് ഉത്തരം അതിൽ കൊടുത്തിട്ടില്ല. അതിൽ നെയിം എന്നുള്ളൊരു ഉത്തരമാണ് പിന്നെയും ഒരു കറക്റ്റായിട്ട് വരുന്നത്. വാല്യൂ എന്ന് പറഞ്ഞ ഉത്തരം ഒരിക്കലും വരില്ല. നെയിം എന്നുള്ള ഉത്തരമാണ് കുറച്ചുകൂടി കറക്റ്റായിട്ട് വരുന്നത്, പക്ഷേ ശരിയായിട്ടുള്ള ഉത്തരം അവിടെ കൊടുത്തിട്ടില്ല.
ഇതിനകത്ത് കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല എന്ന് പറഞ്ഞാൽ മലപ്പുറമാണ്. ഇതിനകത്ത് IT പാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടെക്നോ പാർക്ക് ട്രിവാൻഡ്രമാണ്. അടുത്തത് 2005 യുവരാഷ്ട്ര കമ്മീഷൻ്റെ കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിന് മുകളിൽ പറഞ്ഞിരിക്കുന്ന ഒന്നുമല്ല എന്നുള്ള ഉത്തരം വരുന്നത്. അടുത്ത ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിൻ്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ C ആണ് വരുന്നത്. അടുത്തത് 49ൻ്റെ ആൻസർ വരുന്നത് ശരിയല്ലാത്ത പ്രസ്താവന, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റി ശരിയല്ലാത്ത പ്രസ്താവന ചോദിച്ചേക്കുന്നത്. അപ്പോൾ അത് എയിലോട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അത് കൺഫ്യൂസിങ് ആണ്. അത് ഏത് ഉത്തരം PSC എടുക്കുന്നത് അതായിരിക്കും ഉത്തരം. ശരി ഉത്തരം എന്നുള്ളത് ഒന്നും പറയാനില്ല ആ ക്വസ്റ്റ്യന്. അടുത്തത് 2012 പോക്സോ നിയമത്തിൽ താൽപ്പര്യത്തിൽ ഏതാണ് ലൈംഗിക അതിക്രമത്തിൻ്റെ പരിധിയിൽ വരുന്നത്? അതും ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. B ഓപ്ഷനിലോട്ടാണ് വന്നേക്കുന്നത് പ്രൈമറിലി. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ 2005 ഗാർഹിക പീഡനത്തിൽ നിന്ന് സ്ത്രീയെ സംരക്ഷിക്കുന്നത് സംരക്ഷണ ഉത്തരവ് എന്നുള്ള ഒരു ആൻസറിലോട്ടാണ് വരുന്നത്. സംരക്ഷണ ഉത്തരവിലോട്ടാണ് വരുന്നത്. അടുത്തത് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏതൊക്കെയെന്നുള്ള മേൽപ്പറഞ്ഞ എല്ലാം എന്നുള്ള ആൻസറിലോട്ടാണ് വരുന്നത്. അടുത്ത ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ഉത്തരാഖണ്ഡിലോട്ടാണ് വരുന്നത്. അടുത്തത് -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. -5 നിന്ന് ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുന്നത്? അപ്പോൾ ഈ സംഖ്യനെ നമ്മൾ x എന്ന് എടുക്കാം. ഈ x നമുക്ക് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. അപ്പോൾ -15, ഈ -14 ഇപ്പുറത്തോട്ട് വരുമ്പോൾ +14 ആവും. ആൻസർ 14 - 5 9 എന്ന് വരും. 9 വരും ആൻസർ. അടുത്തത് ഏറ്റവും വലുത് 60ൻ്റെ 5/4 ഏറ്റവും വലുത് കേട്ടോ. കാര്യം 60ൻ്റെ 5/4 എന്ന് പറഞ്ഞാൽ 60-നേക്കാൾ മുകളിൽ വരും. ഇതിനകത്ത് 60-നേക്കാൾ മുകളിൽ വരുന്ന ഒരേ ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. പെൻസിലിൻ്റെ വില 4.54 ആണെങ്കിൽ 30 പെൻസിലുകളുടെ വില 10 പെൻസിലുകളുടെ വില 45.4 വരും. അപ്പോൾ 30 പെൻസിലുകളുടെ എന്ന് പറഞ്ഞാൽ ഇതേ ഗുണം 3, 45 ഗുണം 3 എന്ന് പറയുമ്പോഴത്തേക്ക് 135 വരും. അതിൻ്റെ കൂട്ടത്തിൽ 0.4 ഗുണം 3 കൂടി ചെയ്യുമ്പോൾ 136.2 വരും. അടുത്തത് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു ഈസിയായിട്ട് ചെയ്യാവുന്ന ഒരു ഇതാണ്. ഇതിനകത്ത് R എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ള എടുത്ത് എഴുതിയാൽ മതി നിങ്ങൾ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് $5 എന്നുള്ളതാണ് കേട്ടോ. ടെൻഡൻ മസിൽസ് എന്നുള്ള ആൻസറാണ്. അടുത്തത് ഇത് പടിഞ്ഞാറാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. അടുത്തത് 61ാമത്തെ ചോദ്യം വരുന്നത് ഇതിൻ്റെ ആൻസർ വരുന്നത് 202 ആണ് കിട്ടുന്നത്. നിങ്ങൾ ജസ്റ്റ് മാറ്റിയിട്ടാൽ മതി. പ്ലസിൻ്റെ സ്ഥാനത്ത് ഡിവൈഡ്, മൈനസിൻ്റെ സ്ഥാനത്ത് ഇൻറ്റു ഒക്കെ മാറ്റിയിട്ട് കൊടുത്താൽ കിട്ടും. ഒറ്റയാണ് കണ്ടെത്തത്. ഇതിൻ്റെ ഉത്തരത്തിലോട്ട് വന്നിട്ടില്ല. PSC എന്താ എടുക്കുന്നതെന്ന് അറിയില്ല. 343 കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്തത് ശരാശരി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പോകുന്ന കാര്യങ്ങൾക്ക് നടുക്കുള്ളതായിരിക്കും ശരാശരി, ഒരേപോലെ പോകുന്നതിന്. 15 2n/5 2n+5 1024 നമുക്ക് 2/10 എന്ന് എഴുതാൻ പറ്റും. അതിങ്ങനെ 1024 നമ്മൾ ഫാക്ടറൈസ് ചെയ്യണം. 1024 ഫാക്ടറൈസ് ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ 1024 ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 1024 നമ്മൾ 2 വെച്ച് ഹരിക്കുമ്പോഴത്തേക്ക് 512 വരും. ഇത് 2 വെച്ച് ചെയ്യുമ്പോഴത്തേക്ക് 256. ഇങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്ക് 2/10 എന്ന് കിട്ടും 1024. അപ്പോൾ 2/10 2n+5 എന്ന് എഴുതും. അപ്പോൾ n+5 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ n 5 എന്ന് വരും കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡോൺ ദേ എന്നുള്ളതാണ് കേട്ടോ. കാര്യം ഗോ എന്നുള്ളത് ഡു പ്ലസ് ഗോ എന്ന് സ്പ്ലിറ്റ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ നെഗറ്റീവ് ടാഗ് എടുക്കും, ഡോണ്ട് എന്നുള്ളത് എടുക്കും. മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ റീഡിങ് ആണ് കേട്ടോ. ഫോർ ദ ലാസ്റ്റ് 10 years ആണ്. ലീവിങ് ഇൻ ദ ഹൗസ് ഫോർ ദ ലാസ്റ്റ് 10 years. കാര്യം ഒരു നിശ്ചിത ടൈമിനാണ് പറയുന്നതെങ്കിൽ 4 ആണ് പറയുന്നത്. ഒരു സമയം തൊട്ട് സിൻസ് 1950 എന്ന് പറയും. സിൻസ് വരുന്നത് സിൻസ് 1950 അങ്ങനെ വരുമ്പോഴത്തേക്ക് സിൻസ് വരും. ഇല്ലെങ്കിൽ കുറച്ച് നാളത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് 4 ആണ് വരുന്നത് കേട്ടോ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്, സിമ്പിളായിട്ടുള്ളൊരു ഇഫ് ക്ലോസ് ആണത് കേട്ടോ. ഇഫ് യു സ്റ്റഡി വെൽ സിമ്പിളായിട്ടുള്ള ക്ലോസ് ആണ്, അതിനകത്ത് വില്ല് തന്നെ വരും. അടുത്തത് വൺ ഓഫ് ദ ബോയ്സ്. ബോയ്സിൽ ഒരാളല്ലേ, അപ്പോൾ ഈസ് വരും കേട്ടോ. ബോയ്സിൽ ഒരാൾ ആബ്സെൻ്റ് ആണ്. മുംബൈ, ഐ വിസിറ്റഡ് മുംബൈ ലാസ്റ്റ് ഇയർ എന്ന് വരും. അടുത്തത് ഐ ഡാഷ് മൈ
ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ, ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ് എന്ന് വരും. ഐ പുട്ട് ഓൺ മൈ ന്യൂ ഡ്രസ്. അമച്വർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു പരിചയം ഇല്ലാത്തതെന്നാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് പ്രൊഫഷണലാണ് കേട്ടോ. ഹി ഹാസ് ബീൻ ഇലക്റ്റഡ് ടു ദ കൗൺസിലാണ് കേട്ടോ. കൗൺസിൽ വരും കേട്ടോ. കൗൺസിൽ വരും, ബി വരും. കൗൺസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബാണത് കേട്ടോ. കൗൺസിൽ വെർബാണ്, കൗൺസിലാണ് വരുന്നത് കേട്ടോ. അമിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രണ്ട്ലി ആണ് കേട്ടോ. ശരിയായ പദം തിരഞ്ഞെടുക്കുക, അതിഥിയാണ് ശരിയായിട്ട് വരുന്നത് കേട്ടോ. ഭൂമിയുടെ പര്യായം അല്ലാത്തത് വരുന്നത് ജനനി ഭൂമിയല്ല കേട്ടോ, ജനനി അമ്മയാണ് കേട്ടോ. അങ്കുശത്തിൻ്റെ ഓപ്പോസിറ്റ് ചോദിച്ചിട്ടുണ്ട്, അത് ആൻസറിലോട്ട് എത്തിയിട്ടില്ല, അതൊന്ന് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അടുത്ത കൺ പ്ലസ് നീർ എൻ്റെ ആൻസറായിട്ട് വരുന്നത് കണ്ണീർ എന്നുള്ള ആൻസറാണ്. അടുത്ത ശരിയായ വാക്യം മുതിർന്നവരെ നാം ബഹുമാനിക്കണം എന്നുള്ളതാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് വരുന്നത്. പ്രത്യുപകാരം വരുന്നത് പ്രതി പ്ലസ് ഉപകാരമാണ് കേട്ടോ. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്, സീഡിനെ പോലെ തന്നെയാണ് സ്പ്രൗട്ട് എന്ന് പറയുന്നത്. 10 ഗുണം 10 ഗുണമാണ് കേട്ടോ. വിതച്ചതേ കൊയ്യുന്നുള്ളതല്ല. ആസ് യു സോ ആസ് യു റീപ്പാണ്. ആസ് യു സോ യു റീപ്പ് എന്നുള്ളതാണ് 10 ഗുണം 10 വിതച്ചതേ കൊയ്യു എന്നുള്ളത്. ഇത് ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ 10 ഗുണം 10 ഗുണമാണ് കേട്ടോ. ആസ് യു സോ യു റീപ്പ് എന്ന് പറയുന്നത് വിതച്ചതേ കൊയ്യു. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന് പറഞ്ഞാൽ 10 ഗുണം 10 ഗുണം കേട്ടോ. കവിയുടെ സ്ത്രീലിംഗം കവയിത്രിയാണ് കേട്ടോ. അലിംഗ ബഹുജനത്തിന് ഉദാഹരണമല്ലാത്ത പദം എന്ന് പറയുന്നത് ആൺകുട്ടികളാണ് കേട്ടോ. അടുത്തത് അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസയാണ്. ബൂർബൺ രാജവംശത്തിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഫ്രാൻസ് ആണ്. പാൻസ്ലാവ് പ്രസ്ഥാനം ജർമ്മനിയാണ്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദനാണ്. ചേരുംപടി ചേർക്കുക, അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് സ്വരാജ് പാർട്ടി CR ദാസാണ്. ഗദർ പാർട്ടി ലാല ഹർദയാലാണ്. ഇന്ത്യൻ നാഷണൽ ആർമി, അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് നോക്കിയേ, C1 വരുന്ന ആൻസർ. C1 വരുന്ന 2 ആൻസറുണ്ട്. പിന്നെ D2 വരുന്ന ആൻസർ, D2 വരുന്ന ഒരു ആൻസർ. അങ്ങനെ നമുക്ക് സിമ്പിളായിട്ട് തരത്തിലോട്ട് എത്താം. അപ്പോൾ 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് കുമുദിനി രജനീകാന്ത് നൃത്തമാണ് കേട്ടോ, നൃത്തമാണ്. അടുത്തത് താഴെ പറഞ്ഞിരിക്കുന്ന പ്രസ്താവനകളിലും ശരിയായ തിരഞ്ഞെടുക്കുക. ഇത് 1, 4 മാത്രം ശരി കേട്ടോ. 1, 4 മാത്രമേ ശരിയുള്ളൂ. 1, 4 മാത്രം ശരി എന്നുള്ളതാണ് കേട്ടോ. അടുത്തത് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീലഗിരിയിലാണ് കേട്ടോ. അടുത്ത ആപേക്ഷിക ആർദ്രത കൂടുതൽ ഉള്ള തണുത്ത നീണ്ട രാത്രികൾക്ക് തുഷാരമാണ് കേട്ടോ ആൻസർ വരുന്നത്. ദേശീയപാത 3 വരുന്നത് കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയാണ്. അത് കുറച്ച് സ്ഥലത്തോട്ട് നീട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ചാലഞ്ചിനൊന്നും പോയിട്ട് കാര്യമില്ല. കാര്യം കൊല്ലം ടു കോട്ടപ്പുറം എന്നുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ആൻസറാണ്. അതിൻ്റെ താഴെ കൊടുത്തിരിക്കുന്ന അവസാദ ശിലകൾക്ക് ഉദാഹരണം വരുന്നത് ചുണ്ണാമ്പുകല്ലും കൽക്കരിയാണ്. 1 and 3 ആണ് കേട്ടോ. ആകാശത്തിൻ്റെ പാളികൾ കൊടുത്തിരിക്കുന്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസറിലോട്ട് വന്നിട്ടില്ല. പാളികളായിട്ട് കാണുന്ന സ്ട്രാറ്റസിലോട്ടാണ് വരുന്നത്. അന്നാസാഗർ രാജസ്ഥാനിലാണ്, അന്നാസാഗർ ലേക്ക് കേട്ടോ. അന്നാസാഗർ ലേക്ക് അതൊക്കെ റെയർ ക്വസ്റ്റ്യൻസാണ് കേട്ടോ അതൊക്കെ. പിന്നെ ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്കശാല വിശ്വേശ്വരായ സ്റ്റീൽ പ്ലാന്റാണ്. ആഗോളവൽക്കരണം എന്ന് പറഞ്ഞാൽ മോൾ പറഞ്ഞ എല്ലാ സാധനവും ഉൾപ്പെടുന്നുണ്ട്. അടുത്ത 99ാമത്തെ ചോദ്യം, വികേന്ദ്രീയാസൂത്രണം വരുന്നത് ശരിക്കും പറഞ്ഞാൽ അതൊരു കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻ ആണ്. 6ാമത്തെ പഞ്ചവത്സര പദ്ധതി എന്നുള്ള രീതിയിലോട്ട് നമുക്ക് ആൻസറിലോട്ട് വരാം. അപ്പോൾ അടുത്തത് ഹരിത വിപ്ലവത്തിനെ കുറിച്ച് ശരിയായത് പറഞ്ഞേക്കുക. അത്യുൽപാദനശീല വിത്തിനം ഉപയോഗിക്കുക. വിദേശ ആശ്രയത്വത്തിൻ്റെ ആവശ്യമില്ല ഭക്ഷ്യധാന്യ ഉൽപ്പാദനത്തിൽ. പിന്നെന്താണ്, ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ള 1 and 3 എന്ന് വേണം ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിന് നമുക്കൊരു കാര്യമുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ കട്ട് ഓഫും കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക്, ഈ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫിനെ കുറിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ട്രിവാൻഡ്രം 10 ആണ് വന്നേക്കുന്നത്. നമ്മുടെ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നത് ട്രിവാൻഡ്രം 10, അതേപോലെ പത്തനംതിട്ട 4, അതേപോലെ എറണാകുളം 15, പിന്നെ കോഴിക്കോട് 4, കാസർഗോഡ് 3 എന്നിങ്ങനെയാണ് ഇതിൻ്റെ വേക്കൻസികൾ റിപ്പോർട്ട് ആയിട്ടുള്ളത്. ബാക്കിയുള്ള ജില്ലകളിലെല്ലാം ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസികളാണ്. അപ്പോൾ ഇത്രയും കുറവ് വേക്കൻസികളുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ കട്ട് ഓഫിനെ സംബന്ധിച്ച് പറയാനാണെങ്കിൽ ഇത് സാധാരണ ഞാൻ എഴുതിയ എക്സാം സെൻറ്ററിൽ കുട്ടികളോട് ചോദിച്ചപ്പോഴത്തേക്ക് ഇത് പുതിയ ശൈലിയിലുള്ള ചോദ്യങ്ങൾ കയറി വന്നിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ. ഇപ്പോൾ ഒരു ചോദ്യം, ഒരു ഫസ്റ്റ് ഒരു A എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, B എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്, Aയും Bയും ശരിയാണ്.
എ തെറ്റ്, ബി ശരി എന്നൊക്കെ പറഞ്ഞ് പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ കടന്നു വരുമ്പോഴത്തേക്ക് ഒരുപാട് കൺഫ്യൂഷനിലോട്ട് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു നമ്മുടെ കഴിഞ്ഞ എൽ ഡിക്ക് ഈ എൽ ഡി അല്ല, അതിന് മുമ്പേ ഉള്ള എൽ ഡിക്കാണ് ആദ്യമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ PSC ചോദിച്ചത്. അപ്പോൾ ആ രീതിക്ക് സ്റ്റേറ്റ്മെൻറ്റ് ചോദ്യങ്ങൾ ചോദിച്ച പരീക്ഷയ്ക്കും ഇതുപോലെ കട്ട് ഓഫ് 46 to 55 എന്നുള്ള രീതിയിലോട്ടൊക്കെ എൽ ഡിക്കൊക്കെ വന്നിരുന്നു. ആ ഒരു എൽ ഡിക്ക് 46-56 റേഞ്ചിലൊക്കെ കട്ട് ഓഫ് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ പുതിയ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതിനകത്ത് പുതിയ രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ 10th ലെവൽ എക്സാം ആയതുകൊണ്ട് തന്നെ 10th ലെവലിലെ കുട്ടികൾ ഒരു ആവറേജ് സ്റ്റുഡൻസൊക്കെ എഴുതുന്ന ഒരു എക്സാമാണിത്. അങ്ങനെ ഇരുന്നാലും ഈ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള വേക്കൻസി 10ഉം 14ഉം 15 വരെയാണ് മാക്സിമം വേക്കൻസി വന്നേക്കുന്നത്. എറണാകുളത്താണ് 15 വേക്കൻസി. ഇനിയും വേക്കൻസി വരാം. അപ്പോൾ അങ്ങനെ പറയുമ്പോഴത്തേക്ക് ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. നമ്മൾ കട്ട് ഓഫ് തീരുമാനിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വർഷത്തെ ലിസ്റ്റാണ്, 1 ഇയർ ലിസ്റ്റാണ് ഇതിനകത്ത് വരുന്നത്. ഒരു വർഷത്തെ ലിസ്റ്റാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ 1 ഇയർ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ എക്സാമിന് ഇത്രയും കുറച്ച് ആൾക്കാരെ എത്ര പേരെ ലിസ്റ്റിൽ ഉൾക്കൊള്ളിക്കുമെന്നുള്ള കാര്യം അറിയില്ല. അപ്പോൾ എന്നിരുന്നാലും ഒരു 70 മുതൽ 80 വരെയുള്ളൊരു റേഞ്ച് മാത്രമേ നമുക്ക് കട്ട് ഓഫിന് പറയാനായിട്ട് സാധിക്കൂ. 70 to 80 എന്നുള്ള ഒരു റേഞ്ച് മാത്രം. ഇനി ഇതിൽ നിന്ന് ഡിലീഷൻ ഞാൻ വേഗമായിട്ട് പറയുകയില്ല, ഞാൻ ക്ലിയറായിട്ട് പറയുകയാണ്. 70 to 80 എന്നുള്ള ഒരു കട്ട് ഓഫ് റേഞ്ചാണ് പ്രതീക്ഷിക്കുന്നത്. ഇതിൽ നിന്ന് ഒരുപാട് ഡിലീഷൻ പോവുകയാണെങ്കിൽ ഫൈനൽക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊന്ന് റിവൈസ് ചെയ്ത് പറയേണ്ടി വരും. ഡിലീഷൻ 5-6 ഡിലീഷനൊക്കെ പോവുകയാണെങ്കിൽ 70 to 80 എന്നുള്ളത് ഒരു 68 to 78 എന്നുള്ള രീതിയിലോട്ട് ആ കട്ട് ഓഫ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡിലീഷൻസ് എന്തായാലും വരാൻ സാധ്യതയുള്ളൊരു എക്സാമാണ്. അതുകൊണ്ട് തന്നെ ഒരു 68 to 78 എന്നുള്ളതാണ് ഒരു ഇതായിട്ട് കട്ട് ഓഫ് റേഞ്ചായിട്ട് പറയുന്നത്. അപ്പോൾ ഈ ചെയ്തിരിക്കുന്ന ആൻസേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ആൻസേഴ്സ് PSC എടുക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ ഇതിലെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴത്ത് കമൻറ്റ് ചെയ്യുക, നമുക്കത് റെക്ടിഫൈ ചെയ്യാം. അത് കമൻറ്റിൽ പിൻ ചെയ്ത് നമുക്ക് റെക്ടിഫൈ ചെയ്യാം. അപ്പോൾ 68 to 78 എന്നുള്ളൊരു കട്ട് ഓഫ് റേഞ്ച് വരാനാണ് സാധ്യത. അതിൽ തന്നെ ഇങ്ങനൊരു റേഞ്ച് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു കാര്യമുണ്ട്. ഈ 68ൻ്റെ സാധ്യത എത്രയാണ്, 78ൻ്റെ സാധ്യത എത്രയാണ്, ഇതും കൂടി ജസ്റ്റ് നമ്മൾ നോക്കണം. 68നുള്ള സാധ്യതയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജില്ലാതല ലിസ്റ്റാണ്. ജില്ലാതല ലിസ്റ്റാണെങ്കിൽ തന്നെ ഈ പറഞ്ഞ ലിസ്റ്റിൽ ഒരു 50-60 പേരൊക്കെയാണ് ഇതിൽ റാങ്ക് ലിസ്റ്റിൽ വരുന്നതെങ്കിൽ, നമുക്ക് പറയാൻ പറ്റില്ല 50-60 പേരൊക്കെയാണ് ലിസ്റ്റിൽ വരുന്നത്, അല്ലെങ്കിൽ 100 പേരൊക്കെയാണ് ലിസ്റ്റിൽ വരുന്നതെങ്കിൽ ഈ പറഞ്ഞ 68ൻ്റെ സാധ്യത അവിടെ വരുന്നുണ്ട്. അതിന് മറ്റൊരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ എൽ ഡി ലെവൽ ക്വസ്റ്റ്യൻസാണിത്. കഴിഞ്ഞ LD എക്സാം എന്ന് പറഞ്ഞ ലെവലിലാണ്. അപ്പോൾ LDക്ക് കട്ട് ഓഫ് വന്നത് നിങ്ങൾക്ക് അറിയാം, 66 റേഞ്ചാണ് കട്ട് ഓഫ് വന്നത്. അതിൽ തന്നെ 66 റേഞ്ച് കട്ട് ഓഫ് വന്നപ്പോഴത്തേക്ക് LD എക്സാമിന് ഒരു 70 മാർക്ക് ഉള്ളവർ, അല്ലെങ്കിൽ 72 മാർക്ക് LD എക്സാമിനുള്ളവർ ഒരു നല്ല രീതിയിൽ ടോപ്പ് 100 റാങ്കിൽ വരുന്നവരാണ്. അപ്പോൾ LDയുടെ ലെവൽ ഒരു എക്സാം ആയതുകൊണ്ട് തന്നെ 68 എന്നുള്ളൊരു കുറഞ്ഞ കട്ട് ഓഫിനുള്ള സാധ്യത അത് മാത്രമാണ്. കാര്യം LD എന്ന് പറഞ്ഞ ഒരു എക്സാമിൻ്റെ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ LD എക്സാമായിട്ടാണ് നടത്തുന്നതെങ്കിൽ ഒരു ജില്ലയിൽ ടോപ്പ് 100 വരുന്ന ആൾക്ക് ഒരു 68 മാർക്ക് ഈ എക്സാമിന് വരുമല്ലോ. ആ ഒരു രീതിയിൽ പറഞ്ഞു മനസ്സിലായി. ഇതൊരു LDCയുടെ ക്വസ്റ്റ്യൻ പേപ്പറായിട്ടാണ് വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു ജില്ലയിൽ ടോപ്പ് 100 വരുന്ന ആൾക്ക് ഒരു 68 മാർക്ക് വരുന്ന ആൾ ടോപ്പ് 100ൽ വരാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട്. അങ്ങനെ ഒരു അർത്ഥത്തിൽ പുതിയ ചോദ്യപേപ്പർ രീതിയിൽ 68 എന്നുള്ളൊരു ക്യാപ്പിംഗ് ആക്കി നമുക്ക് വെക്കാം. 78 വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 78ലോട്ട് പോകുന്നത്, അല്ലെങ്കിൽ 77, 78 ആ റേഞ്ചിലോട്ട് പോകുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ വേക്കൻസി കുറവ് പറഞ്ഞേക്കുന്ന സ്ഥലങ്ങളിൽ, അതേപോലെ ഒരു വർഷത്തെ ലിസ്റ്റാണ്, 1 ഇയർ ലിസ്റ്റാണ് എന്നുള്ളൊരു കാര്യം കൂടി ഇതിനകത്ത് വരുന്നുണ്ട്. 1 ഇയർ ലിസ്റ്റ് ആയതുകൊണ്ട് തന്നെ എത്രത്തോളം വേക്കൻസി ഹൈയിലോട്ട് പോകാം. 78 വരുമ്പോഴത്തേക്ക് നമ്മൾ 10, 100 പേരുടെ 60 പേരുടെയൊക്കെ ലിസ്റ്റാണെങ്കിൽ ഈ ഒരു ഇതിൻ്റെയും കാര്യങ്ങളുണ്ട്. ഈ 78 എന്ന് പറഞ്ഞ സാധനത്തിലും കാര്യമുണ്ട്. അപ്പോൾ ഈ 78 വരുമെന്നല്ല പറയുന്നത്, 68 വന്നേക്കാം. 68 to 78 വരുമ്പോഴത്തേക്ക് ഇതിനിടയ്ക്കുള്ളൊരു നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ ആയിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു നിഗമനത്തിലോട്ടാണ് പോസ്റ്റ് PSC എത്തുന്നത്. അപ്പോൾ ഇത്രയും മാത്രമേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പോൾ ചോദ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല നിലവാരത്തിലുള്ള ചോദ്യങ്ങളായിരുന്നു. 10th ലെവൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്കൊരിക്കലും ഒരു ഡിഗ്രി ലെവൽ എക്സാമിന് വെച്ചിട്ട് ഇത് പറയാൻ പറ്റത്തില്ല. നല്ല നിലവാരത്തിലുള്ള ചോദ്യമായിരുന്നു. അപ്പോൾ ഇത്രേ പറയാനുള്ളൂ. അപ്പോൾ ASMൻ്റെയൊക്കെ എക്സാംസ് വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പോവുക. അപ്പോൾ ഒരു 68ന് മുകളിലുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ വെരിഫൈഡ് ഗ്രൂപ്പൊക്കെ ജോയിൻ ചെയ്യുമ്പോഴത്തേക്ക്
വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് നിങ്ങൾക്കത് പ്രവർത്തിക്കാം. അതുപോലെ എക്സാമിൻ്റെ എക്സാം വരുന്നുണ്ട്, അതുപോലെ ഫോഴ്സ് എക്സാംസ് ഒക്കെ വരുന്നുണ്ട്. എല്ലാവരും റെസ്റ്റ് എടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. ഇപ്പോൾ നാളെ സൺഡേ ആണ്, അത് കഴിഞ്ഞിട്ട് ഒരു റെസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെയും പഠനത്തിലോട്ട് തന്നെ തിരിച്ചു വരിക. നമ്മളെപ്പോൾ സ്റ്റോപ്പ് ചെയ്യുന്നു അപ്പോൾ നമ്മൾ തോക്കുമെന്നുള്ളൊരു കാര്യം PSCയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സുമെടുക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, ചാനൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു ലൈക്ക് തരിക. ഇത്രേ പറയാനുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഫ്രം വിഷ്ണു.